ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലേക്കാണ്. അതായത് തേനി ജില്ലയിലെ മേഘമല എന്നൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ അത്യാവശ്യം നമ്മുടെ മൂന്നാർ പോലത്തെ നല്ലൊരു സ്ഥലമാണ്. ക്ലൈമറ്റും സെയിം തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ പൂപ്പാറയിലാണ് എത്തിയിരിക്കുന്നത്. രാവിലെ ഇറങ്ങി പൂപ്പാറയിൽ നിന്ന് കമ്പംമെട്ട് ഇറങ്ങി മെട്ട് താഴെ ആണ് എത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് തേനിയിലേക്ക് പോകണം. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഇതിപ്പോൾ തേനിയിലെത്തി. തേനിയിലെ ഒരു പാടശേഖരമാണ് നമ്മൾ ഈ കാണുന്നത്. മിക്ക അരി നമ്മുടെ അങ്ങോട്ടേക്കുള്ള മിക്ക പച്ചക്കറി കൃഷിയും തേനിയിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. ഇവിടെ അത്യാവശ്യം നമ്മളെക്കാളും വില കുറവൊക്കെ ഉണ്ട് ഓരോന്നിനും. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് മേഘമലയുടെ ഏറ്റവും താഴെ. അപ്പോൾ അവിടെ വണ്ടി നിർത്തി ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആടുകളെ മേയ്ക്കുന്നതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പാലിനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആട് കൃഷിയും പശുവും ഒക്കെയാണുള്ളത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ അവിടെ വണ്ടിയുടെ രജിസ്റ്റർ നമ്പറും സമയവും ഒക്കെ എഴുതി കൊടുക്കണം. ഇവിടുന്ന് മേഘമലയ്ക്ക് 26 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി നമ്പറൊക്കെ എഴുതി കൊടുത്ത ശേഷം വൈകുന്നേരം തിരിച്ച് 5 മണിക്ക് ഇറങ്ങി വരണമെന്നാണ് പറയുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ ചെറിയ കുപ്പി 1 ലിറ്ററിൻ്റെ കുപ്പിക്കുള്ളിൽ വെള്ളമൊന്നും കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾ അല്ലാതെ ഫ്ലാസ്ക് അങ്ങനെയുള്ളതൊക്കെ കയറ്റി വിടത്തുള്ളൂ. അല്ലെങ്കിൽ 5 ലിറ്ററിൻ്റെ വലിയ ക്യാനൊക്കെ കയറ്റി വിടത്തുള്ളൂ. പ്ലാസ്റ്റിക് എല്ലാം മേളിലേക്ക് കയറ്റി വിടാൻ ഇവർ അനുവദിക്കില്ല. നമ്മൾ കൈവശം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി കളയരുത്. അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഹായ്, ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് മേഘമലയിലേക്ക് പോകുന്ന വഴിയിലാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തിയിട്ട് വ്യൂസൊക്കെ ഒന്ന് തമിഴ്നാടിൻ്റെ വ്യൂസൊക്കെ ഒന്ന് കാണുന്നതാണ് കേട്ടോ. കൂടെയുള്ള അപ്പുവാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി മാത്രം നിന്നാണ്. നമ്മൾ ഈ പോകുന്ന വഴി ഒരു 18 ഹെയർ പിൻ ഉണ്ട് കേട്ടോ. ഹെയർ പിൻ ബെൻഡ് കയറിയാൽ നേരെ എത്തുന്നത് മേഘമലയിലാണ്. താഴെ കാണുന്നത് തമിഴ്നാട് ഭാഗമാണ്. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകാമല്ലോ എന്ന് കരുതി വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടൊരു രാവിലെ എത്തുവാണെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ. നമ്മൾ ഉച്ചയ്ക്കാണെങ്കിൽ നല്ല വെയിലൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ കരുതണം. വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണമാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇവിടെ അധികം ഹോട്ടല് അങ്ങനെയൊന്നുമില്ല. നമ്മളപ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ കരുതി. ഒരു ഹോട്ടലേ ഉണ്ടായിരുന്നു മേഘമല ചെന്നപ്പോൾ. അപ്പം വലിയ തിരക്കായിരുന്നു. അപ്പം നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പം നമ്മൾ ബ്രെഡ് അങ്ങനെയുള്ളതൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അതും പിന്നെ മുട്ട ഓംലെറ്റൊക്കെയാണ് നമ്മളന്ന് അവിടെ ചെന്ന് കഴിച്ചിരുന്നത്. അപ്പം നമ്മളിങ്ങനെ എത്താറായി. ഹെയർ പിൻ ബെൻഡ് എല്ലാമൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു. 18 ഹെയർ പിൻ ബെൻഡ് ഉണ്ട്. എല്ലാത്തിൻ്റെയും നമ്പർ ഇട്ടുകൊണ്ടാണ് എണ്ണം പറയാൻ പറ്റുന്നത്. ഏകദേശം നമ്മുടെ മൂന്നാർ പോലെ ഒരു സ്ഥലം തന്നെയാണ്. തേയിലത്തോട്ടമാണ്, ഒരു പ്ലാന്റേഷൻ തന്നെയാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പം അത്യാവശ്യം നല്ല വളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം എന്നൊക്കെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ ഒരു ഏകദേശം 2 മണി കഴിഞ്ഞിരുന്നു. ഇപ്പോഴും മഞ്ഞ് ചെറുതായിട്ടൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ മേഘമല എന്ന് പറയാൻ കാരണമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞങ്ങൾക്കിത് പോവാത്തൊരു സ്ഥലമായതുകൊണ്ട് നല്ല ഭംഗിയൊക്കെ തോന്നി. അപ്പോൾ ഇവിടെ ഒരുപാട് മൃഗങ്ങളും തന്നെയുണ്ട്. ഇവിടെ പോകുന്ന നമ്മുടെ അരിക്കൊമ്പനെയൊക്കെ കൊണ്ടുവന്ന് വിട്ടേക്കുന്ന ഒരു പ്രദേശമാണ് ഈ മേഘമല. ഇവിടെ ഇപ്പോഴും ആനയും പോത്തും എല്ലാം ഈ സമയങ്ങളിലും ഉണ്ട്. ആനപ്പിണ്ടമൊക്കെ റോഡിലൊക്കെ കിടപ്പുണ്ടായിരുന്നു. കരിങ്കുരങ്ങ് അങ്ങനെ പല ഇനം മൃഗങ്ങളും നമ്മുടെ ഈ മേഘമല പ്രദേശങ്ങൾ തന്നെയുണ്ട്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ഇവിടുത്തെ
നല്ല രസമെന്ന് വെച്ചാൽ ഇവിടെ കാണാൻ ചെല്ലുമ്പോൾ ഇവരുടെ വീടുകൾ കാണാൻ തന്നെ വളരെ മനോഹരമാണ്. അട്ടി വെച്ചേക്കുന്ന ഒരു നല്ലൊരു ടൗൺഷിപ്പ് രീതിയിൽ ഒരു മനോഹരമായിട്ട് നിർമ്മിച്ചേക്കുന്ന ലയങ്ങളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അടുക്കി വെച്ചിട്ട് ഓരോ ഷേപ്പിൽ തന്നെ നിർമ്മിച്ചേക്കുന്ന ലയങ്ങളാണ്. ലയം അവർ ഇവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളാണ്. അപ്പൊ നല്ല ഭംഗിയുണ്ടായിരുന്നു. മേഘമല കണ്ടോ, ഇതാണ് മേഘമല ടൗണ്. അപ്പൊ ഇവിടെ കണ്ടോ എല്ലാം തന്നെ ഒരേ രീതിയിൽ പണിത് വെച്ചേക്കുന്നതാണ്. കുന്നിന്റെ മുകളിലാണേലും കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ കാണുന്ന ബംഗ്ലാവ് ഒക്കെ ഉണ്ട്. മാനേജർമാരുടെ ഒക്കെ ആയിരിക്കും. ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്കിനി പോകാനുള്ളത് ഇതാണ് മേഘമല എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ഇവിടെ നിന്ന് തേയിലത്തോട്ടം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് പോണ വഴിക്കൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് പോത്തിനെയൊക്കെ കാണാം. കാട്ടുപോത്ത് ഒക്കെ കാണാം. പല ലയങ്ങളും പൊളിഞ്ഞു വീഴാറായി. എന്നാലും എല്ലാത്തിലും ഒന്നും ആൾത്താമസമില്ല. ആൾത്താമസം ഉള്ളതാണ് കുറച്ചേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത് നല്ലൊരു രസമായിട്ട് മൂന്നാർ പോലെ തന്നെ തോന്നിയ ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളിപ്പം വേറൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തി ഒന്ന് കാണാൻ വേണ്ടിയൊക്കെ നിർത്തി ആണ്. നല്ലൊരു രസമുള്ള സ്ഥലമാണ്. അത്യാവശ്യം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ മേളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ രാവിലെ കയറിപ്പോയതായിരിക്കും. അപ്പൊ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇച്ചിരി അത്യാവശ്യം താമസിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഇനി നമുക്ക് പോകാനുള്ള സ്ഥലം എത്തി. ഇവിടെ നിന്ന് നമ്മൾ വ്യൂ പോയിന്റ് ഒന്ന് കയറി കാണിച്ചു തരാം. അങ്ങനെ മേഘമലയിൽ വന്നൊരു വ്യൂ പോയിന്റ് കാണാൻ പോവാണ് കേട്ടോ. അപ്പൂന് വീഡിയോ വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അപ്പൂനെ കൂടി കൂട്ടിക്കൊണ്ടു പോവാണേ. നമ്മൾ മൂന്നാറിൽ ഇത്രയും നാളും നടന്നേ പിന്നെ ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് നടക്കാണ്ട് പോയി. നമ്മുടെ നാടിന്റെ ഭംഗി നമുക്കറിയത്തില്ല. പക്ഷെ മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴായിരിക്കും നമ്മുടെ നാട്ടിൽ ആ ഭംഗി എത്രമാത്രമാണെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കല്യാണിയും അമ്മുവാണ് പോകുന്നത്. അവർ നടന്ന മേളിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ മൂന്നാർ പോലെ തന്നെയുള്ള സ്ഥലമാണ് കേട്ടോ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് മൂന്നാറിലും ഇനി ഇങ്ങനെ ഇറങ്ങി കാണാം. പക്ഷേ നമുക്കിങ്ങനെ എല്ലായിടത്തും മൂന്നാറിൽ ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. ടാറ്റയുടെ ആയതുകൊണ്ട് എല്ലാം വെയിൽ കിട്ടി മറിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും കാണുന്നൊന്നുമില്ല. ഇവിടെ ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. 30 രൂപ എൻട്രി ഫീസ് കൊടുത്താലേ നമ്മൾ മേളിലേക്ക് കയറ്റി വിടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ മേളിൽ പോയി മേളിലത്തെ കാഴ്ച ഇനി എന്താണെന്ന് കണ്ടിട്ട് വരാം കേട്ടോ. എന്റെ കുഞ്ഞു മുന്നിൽ പോണ കണ്ടോ? അമ്മായി കുഞ്ഞിനെ കൊണ്ട് പോണ കണ്ടോ? പാറു, നമ്മളവിടെ പോണ പാറു. അപ്പൊ അങ്ങനെ നമ്മളെ മേഘമലയുടെ ടോപ്പിലെത്തി കേട്ടോ. ഇങ്ങനെയാണ് കേട്ടാ ശബരിമല ജോലി ഇവിടെ വന്നോ? പിന്നെ yeah, we found it. Peace in earth, heaven in earth. ആര് തമിഴ്നാടാ കാണുന്നേ? ഇതൊരു വ്യൂ പോയിന്റ് മാത്രമാണ് കേട്ടോ. ഇത് കാഴ്ചകൾ ഒരു ലേക്കൊക്കെ താഴെയുണ്ട്. അപ്പം നമ്മളിവിടെ രാവിലെ വീട്ടിൽ നിന്ന് 8 മണിക്ക് ഇറങ്ങിയതാ. ഏകദേശം രാവിലെയെങ്കിലും എത്തുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും തന്നെ കാണാം. ഇപ്പം നമ്മൾ വന്ന സമയം ഏകദേശം ഒരു 4 മണി ആവാറായി. ഇവിടെ വിസിറ്റിംഗ് ഇവിടുന്ന് 4 മണി വരെ ഉള്ളൂ. 4 മണിക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാൽ നമുക്ക് താഴെ 5 മണിക്കുള്ളിൽ താഴെ എത്തണം. சூடா இருக்கும் டி செல்லம். இங்க பாரு, ஹீட்டா இருக்கு. தொட்டு பாரு. சூடா இருக்குல? சூடு.
അപ്പൊ നമ്മളിവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ടാ. പിന്നെ താഴെ ഒരു ലേക്ക് ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. 5 മണി, ഞാൻ പറഞ്ഞില്ലേ 5 മണിക്ക് മുമ്പ് നമുക്ക് താഴെ എത്തണം. ആ രീതിയിൽ പോകണം. ഇപ്പം ഏകദേശം ഒരു 4 മണി ആയിട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി താഴെ ഇറങ്ങി താഴത്തെ കാഴ്ചകളും കണ്ടിട്ട് പോവേ. എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പിന്നെ വരുന്നത് താഴെ കാണുന്ന ലേക്ക് ഇതാണ്. ലേക്ക് വെള്ളം കെട്ടി കിടക്കും. ഇപ്പൊ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഇവിടുത്തെ ആ വ്യൂ പോയിന്റ് ഇത്രേ ഉള്ളൂ. കാണാൻ ഭംഗി ഇവിടെയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ ഒരുപാട് എടുക്കാവേ നമുക്ക്. താഴെ ലേക്ക് ഉണ്ട്. ലേക്കിന്റെ സൈഡിൽ പോയി എന്നൊക്കെ ഫോട്ടോസ് എടുക്കാം. അപ്പു വീഡിയോ തന്നെ അതെ. അപ്പു എൻ്റെ ഷോർട്സ് മാത്രമേ കാണുള്ളൂ ലൈക്ക് ചെയ്യാൻ വേണ്ടി. വേറെ വീഡിയോ കാണാറുണ്ട് ഇല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞേ? ആ ഓക്കെ. കാണുന്നതിന് 30 രൂപ ഫീസ് ഉണ്ട് കേട്ടോ. മേളിൽ കാണുന്നത് തേയില ഫാക്ടറി ആണ് കേട്ടോ. അവൻ്റെ ഔട്ട്ലെറ്റ് ആണേ. അപ്പോൾ നിങ്ങൾക്ക് തേയില ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ഔട്ട്ലെറ്റിൽ നിന്ന് ഇവിടുത്തെ തന്നെ തേയില മേടിക്കാം. വലിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല, സെയിം റേറ്റ് തന്നെയാണ്. അപ്പോൾ നല്ലതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി ഇത് മേടിച്ച് തേയിലയും മേടിച്ച് ലൂസായിട്ട് മേടിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി ലാഭം കേട്ടോ. ലൂസായിട്ടാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തേയിലയും മേടിച്ച് ഇവിടെ നിന്ന് ഇനി പോവുകയാണ്. പോണ വഴിക്ക് നമുക്ക് ഒരു സംഭവമൊക്കെ കാണിച്ചു തരാം. കാട്ടുപോത്ത് നേരെ നിൽക്കുന്നുണ്ടോ? അതിന് നോക്കുമ്പോ പിന്നെ അതിന് ഇങ്ങോട്ടും നോക്കാൻ പറ്റില്ലേ? ഇങ്ങോട്ട് നോക്കി കേട്ടോ നിൽക്കുന്നു. ഇപ്പൊ ഇവിടെ എല്ലാരും ഇത്ര ഇറങ്ങി, ഇത്രയും പേര് ഇവിടെ ഇറങ്ങി എന്നെ കാണാൻ നിൽക്കുന്നവരാണ് ഇത്രയും പേര്. ഇതുണ്ട് ഇപ്പൊ വന്ന വണ്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ലേക്കൊക്കെ കാണാൻ വേണ്ടി. അപ്പൊ അപ്പുറയൊക്കെ കാണാമായിരുന്നു. അപ്പൊ ഇവിടെ ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി നിന്ന്. ഇവിടെ അടുത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. വേണ്ടി ഇത് തേയിലത്തോട്ടം ഒരു 6000 ഏക്കർ തേയിലത്തോട്ടം പ്രൈവറ്റ് പ്രോപ്പർട്ടി. അപ്പം ഇറങ്ങാൻ പറ്റില്ല. അപ്പം നമ്മളിവിടെ ലേക്ക് കാണാൻ വേണ്ടി നിർത്തിയേക്കാണ്. ഇങ്ങനെയാണ് ഇത് മൊത്തം ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പം നമുക്ക് താഴെ എത്തണം. അതുകൊണ്ട് അധികമൊന്നും കാണിക്കുന്നൊന്നുമില്ല. പിന്നെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ താമസിക്കാൻ സൗകര്യം ഇവിടെ തന്നെയുണ്ട് കേട്ടോ. ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഞങ്ങളിവിടെ ഒറ്റ 1 ഡേ ട്രിപ്പായിട്ട് ക്രിസ്തുമസ് അല്ലേ, അപ്പോൾ ക്രിസ്തുമസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ 2 വണ്ടി ആളാണ് ഇവിടെ വന്നത്. ഇന്ന് കമ്പം കൂടി തേനി ബോർഡും വിട്ട് കൂടിയൊക്കെയാണ് വന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെ നിന്ന് ഇനി പോവാണ്. വഴി ഇനി പോകുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. തേയിലത്തോട്ടം 2 സൈഡും തേയിലത്തോട്ടം തന്നെയാണ്. റോഡിൻ്റെ അപ്പുറം ഇപ്പുറം വേറെ കൂടുതൽ കാഴ്ച അപ്പു കൂടി നടക്കുന്നു. അതാന്ന് ഇപ്പോൾ ഇത്ര ചെയ്യുമ്പോൾ ഇതേ സൂര്യാസ്തമയാണേ.
അപ്പൂൻ ട്രിപ്പ് ഇന്ന് ഞങ്ങള് ആനനെ കണ്ട് പോത്തിനെ കണ്ടു. പോത്തിനെ കണ്ട് പിന്നെ ഞങ്ങള് ട്രക്കിംഗ് പോയി. അത് നല്ല ട്രക്കിംഗ് ആയിരുന്നു. പോകുന്ന വഴി നല്ല വ്യൂ പോയിന്റ്, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ആ വ്യൂ പോയിന്റ് അടിപൊളി വ്യൂ പോയിന്റ് ആയിരുന്നു. പിന്നെ കുറെ ഡാംസും ഈ കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ ഞാൻ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ്. എല്ലാവർക്കും വീഡിയോ കണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നമ്മൾ പോവാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ ബൈ.